നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം 2025 നവംബർ മാസം 25 മുതൽ ഡിസംബർ 1 വരെയുള്ള ഒരു വാരക്കാലമാകുന്നു. അതായത് 1201 വൃശ്ചിക മാസം 9 മുതൽ 15 വരെയുള്ള ഒരു ആഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നിങ്ങൾ ഗ്രഹസ്ഥിതി ആദ്യം മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലില്ല, മിഥുനൻ രാശിയിലില്ല, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ബുധൻ വക്രിയായി വന്ന് ശുക്രനോടുകൂടി യോഗം ചെയ്ത് ബലവാനായി നിൽക്കുന്നുണ്ട്. വൃശ്ചികത്തിൽ 8ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, മകരത്തിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ നാം ഇനി ചർച്ച ചെയ്യുന്നു ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് 2ാം ഭാവത്തിൽ വ്യാഴമാകുന്നു, 3ാം ഭാവത്തിൽ കേതു, 5ാം ഭാവത്തിൽ ബുധശുക്രന്മാർ, 6ൽ ചൊവ്വ, സൂര്യൻ, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9ാം ഭാവത്തിൽ രാഹു, 10ാം ഭാവത്തിൽ ശനി. നല്ലൊരു ഗ്രഹസ്ഥിതിയാണ് ഇന്നത്തെ വിഷയത്തിൽ മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു വാരഫലം നാം കാണുന്നത്. ആരോഗ്യവിഷയം വളരെയധികം ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ ചന്ദ്രനാകുന്നു. സഭാവിദ്യതയെ ഭൈഷജീതസ്യ ഗേഹേ പര്യൽ കർഹി ക്വാദം ഉദ്ഗോതകാനി മഹാവ്യാധയോ ഭീതയോ വാരിഭൂത ശശി ക്ലേശകൾ സങ്കടാന്യ അഷ്ടമസ്ഥ. 8ലെ ചന്ദ്രൻ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു, മഹാവ്യാധികൾ ഉണ്ടാകുന്നു. വളരെയധികം ശ്രദ്ധിക്കണം. മഞ്ഞപ്പിത്തം, ജോണ്ടിസം തുടങ്ങിയ രോഗങ്ങൾ, അതിനുമപ്പുറം വൈറൽ ഫീവറുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ, അതിസാരം, ഛർദി, നമ്മുടെ ലൂസ് മോഷൻ മേൽ പറഞ്ഞത്, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന സമയമാണ്. അമ്മയുടെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. മാതാവിൻ്റെ ഒരു ശുശ്രൂഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഇവിടെ പഠിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ്. സന്താനസ്ഥാനത്ത് 5ാം ഭാവത്തിൽ ശുക്രൻ ബുധനോടുകൂടെ നിൽക്കുന്നു. പലപ്പോഴും മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ, പേരൻസ് നെട്ടോട്ടമോടും അവരുടെ കാര്യങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി. അതിനായി തൻ്റെ എല്ലാ ഉത്സാഹവും പുലർത്തുന്ന ഒരു വാരമാണിത്. അതിൽ വിജയിക്കും മിഥുനം രാശിക്കാർ. അപ്രകാരം മക്കളുടെ പഠനത്തിന് വേണ്ടി വളരെയധികം അനുകൂല സ്ഥിതി വരും. കാരണം 8ൽ ചന്ദ്രൻ വരുമ്പോൾ ബഹുമതി വ്യാധിന അർദ്ധിത, ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകാം. പക്ഷേ ബഹുമതി അങ്ങേയറ്റം ബുദ്ധി പ്രകടിപ്പിക്കാൻ പറ്റും. അതിനാൽ റിസർച്ച് സ്കോളേഴ്സ്, ഉപരിപഠനം നടത്തുന്നവർക്ക്, PSC എക്സാം എഴുതുന്നവർക്കൊക്കെ ഈ ഒരു വാരത്തിലുള്ള പരീക്ഷകൾ, ബാങ്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ അനുകൂലമായി വരും. അതിൽ വിജയപഥത്തെ പ്രാപിക്കുവാൻ വളരെ അനുകൂലമാണെന്ന് അറിയുക. ഈ ഒരു വാരം നന്നായി പഠിതാക്കൾ നന്നായി ശ്രദ്ധിക്കുക. ലേഖനങ്ങൾ എഴുതാൻ, തൻ്റെ തൂലിക ചലിപ്പിക്കുവാൻ എഴുത്തുകാർക്കൊക്കെ നല്ല സമയമാണ്. ബൗദ്ധികമായ തലത്തിൽ വളരെയധികം ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ദർ ബെസ്റ്റ് ലെവൽ ഇൻ ദിസ് വീക്ക് എന്ന് അറിയുക. സൂര്യനും ചൊവ്വയും വളരെ ശക്തരാണ്. പലപ്പോഴും മിലിറ്ററിയിൽ അല്ലെങ്കിൽ പോലീസ് ഓഫീസർമാർക്കൊക്കെ ഈ ഒരു വാരം പ്രൊമോഷൻ കിട്ടുക. അതിലൂടെ തനിക്ക് വിജയപഥത്തിലേക്ക് അവർക്കും കയറാം. കർമാധിപനായ വ്യാഴം ഉച്ചസ്ഥനാണ്. അതിനാൽ ഡിസംബർ 5 ഈ വ്യാഴം മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്ന കാലത്തിനുള്ളിൽ തന്നെ മിഥുൻ രാശിക്കാർക്ക് കാര്യങ്ങൾ വളരെ സുതാര്യമായി നീക്കുവാനുള്ളൊരു വലിയ അനുഭവം വരും. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും, ഒരു സംശയവുമില്ല. കർമ്മമേഖലയിലും പ്രയാസങ്ങളൊന്നുമില്ല. ജോലി വിഷയത്തിലൊക്കെ വളരെ അനുകൂലമായി ഓരോ കാര്യങ്ങളും നടക്കും, ഒരു സംശയവുമില്ല. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള വലിയൊരു ഭാഗ്യമുണ്ടാകാം. ആരോഗ്യ വിഷയത്തിൽ ബുദ്ധിമുട്ടുന്നവർ ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്തോടുകൂടി സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. വളരെയധികം ഉത്തമമായ ഫലങ്ങളെ പ്രദാനം ചെയ്യപ്പെടുന്നതായിരിക്കും. നന്ദി, നമസ്തേ.